ജൂൺ 19 വായനാ ദിനത്തിൽ സ്കൂൾ തലത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കേരളത്തിൽ ആദ്യത്തെ ലൈബ്രറി എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ലൈബ്രറി തിരുവനന്തപുരം. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മയുടെ അറകൾ. ബഷീറിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ. വരിക വരിക സഹചരെ സമരമായി എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണപിള്ളയാണ്. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം, ഈ വരികൾ ആരുടെയാണ്? ചെമ്മനം ചാക്കോ. അടുത്തത്, വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ, ആരുടെ വരികളാണ്? കുഞ്ഞുണ്ണി മാഷ്. അടുത്തത്, ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്നത്. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആര്? വള്ളത്തോൾ നാരായണ മേനോനാണ് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? ഉത്തരം അവകാശികൾ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകം ഏതാണ്? ഉത്തരം കഥാബീജമാണ്. ഉത്തരം കഥാബീജം. പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരമുയരട്ടെ എന്ന് തുടങ്ങുന്ന ഈ കവിത രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. അടുത്തത്, മജീദ് നായകനായി വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവൽ ഏതാണ്? ബാല്യകാലസഖിയാണ്. അടുത്തത്, ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ മരണത്തിൽ മനം നൊന്ത് വള്ളത്തോൾ രചിച്ച കാവ്യം? ബാപ്പുജി. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? കുന്തലത. എഴുതിയത് അപ്പു നെടുങ്ങാടിയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവി ആരാണ്? മോയിൻകുട്ടി വൈദ്യരാണ്. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊണ്ടോട്ടിയാണ്. കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ്? ആട്ടക്കഥയാണ്. കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥ. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ഇത് ആരുടെ വരികളാണ്? സഹോദരൻ അയ്യപ്പൻ്റെ വരികളാണ്. കാക്കേ കാക്കേ കൂടവിടെ എന്ന് തുടങ്ങുന്ന കവിത ആരാണ് രചിച്ചത്? ഉത്തരം ഉള്ളൂർ. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആരാണ്? ഒ വി വിജയനാണ്. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ ഒ വി വിജയൻ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ്? ബാലാമണി അമ്മ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് വാസനാവികൃതി. നീർമാതളം പൂത്തകാലം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? മാധവിക്കുട്ടി, അല്ലെങ്കിൽ ഓപ്ഷൻ കമല സുരയ്യ എന്നും ഉണ്ട് കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏതാണ്? വിദ്യാവിനോദിനി. അടുത്തത്, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം, ആരുടെ വരികളാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ്. അടുത്തത്,
വീണപൂവ് എഴുതിയത് ആരാണ്? വീണപൂവ് എഴുതിയത് കുമാരനാശാനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.